അവിടെ ഇപ്പൊ ഒരു ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് വന്നില്ലേ? ഒരു ഒരു നീളമുള്ള ഒരു ചതുരമല്ലേ? ആ, അവിടെ 902543 എന്ന് ടൈപ്പ് ചെയ്തോ. അല്ല, 902543 എന്ന് ടൈപ്പ് ചെയ്തോ. അവിടെ 9 ഒറ്റൊരു മിനിറ്റ്. 9 9 0 ഇനി 0 ഇനി അടുത്ത് 2 2 5 5 4 4 3. ഇനി അവിടെ ഒരു നീല ബട്ടൺ കണ്ടില്ലേ? ഇപ്പൊ ഒരു നീല ബട്ടൺ അവിടെ വന്നത്. കണ്ടു 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 കണ്ടു. ആ നീല ബട്ടനെ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇതെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മാറുന്നുണ്ടല്ലോ? ശരിയായല്ലോ. ഞാൻ വല്ലതും ആയിരിക്കും. അവന്റെ കാര്യമല്ലേ, പറയാൻ പറ്റത്തില്ല. ചിലപ്പോ അവനായിരിക്കും. എന്താണെങ്കിലും ശരിയായില്ലേ, ആ മതി. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾക്ക് ക്വിക്ക് അസിസ്റ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. എന്താണ് ക്വിക്ക് അസിസ്റ്റ്? ഇപ്പോൾ നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അവരുടെ കമ്പ്യൂട്ടറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോ എഡിറ്റ് ചെയ്യുന്നതോ അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്ന് വിചാരിച്ചോളുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ കമ്പ്യൂട്ടറിന്റെ ഫുൾ സ്ക്രീനും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഫുൾ കൺട്രോളും ഈവൻ കർസറിന്റെ കൺട്രോൾ വരെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഡൗട്ട് തീർക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ അല്ല, ജസ്റ്റ് അവരുടെ സ്ക്രീൻ ഒന്ന് കണ്ട് ചെയ്യണമെന്നേ ഉള്ളെങ്കിൽ അതും നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഇത് എത്ര മൈൽ ദൂരത്തു നിന്നാണെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരാൾ ഇപ്പോൾ അമേരിക്കയിലാണ്, ഒരാള് കേരളത്തിലും. അമേരിക്കയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇരിക്കുന്ന ആളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. നേരെ തിരിച്ചും സാധിക്കുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ വിൻഡോസ് 10 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും കേട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ ക്ലിക്ക് ചെയ്തോ, ഇവിടെ അവിടെ ഒരു നീല ബട്ടൺ വന്നില്ലേ? അത് തന്നെ. ഞാൻ ഇത് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഹെൽപ്പ് ചെയ്യാൻ നേരം സ്ഥിരം പറയുന്നതാണ്. ഈ ഒരു ക്വിക്ക് അസിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെയെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്നാണ് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് ക്വിക്ക് അസിസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ വരുന്ന റിസൾട്ട് ക്വിക്ക് അസിസ്റ്റിൻ്റെതാണ്. നമ്മൾക്ക് ക്വിക്ക് അസിസ്റ്റ് ഓപ്പൺ ചെയ്യാം. ക്വിക്ക് അസിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഇവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾക്ക് വേറൊരു വ്യക്തിനെ സഹായിക്കേണ്ടത് കൊണ്ട് അസിസ്റ്റ് അനദർ പേഴ്സൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളോട് ഇവിടെ നിന്നും ഒരു അക്കൗണ്ട് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ഈ ഒരു അക്കൗണ്ട് അല്ല നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ യൂസ് അനദർ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് മൈക്രോസോഫ്റ്റിന്റെ അക്കൗണ്ട് ഐ ഡി ആണ്. നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ ക്രിയേറ്റ് 1 എന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്. ഇത് 10 മിനിറ്റിനകം തന്നെ ഇത് എക്സ്പയർ ആകുന്നതാണ്. നമ്മൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് ബോർഡിലോട്ട് കോപ്പി ചെയ്ത ശേഷം നമ്മൾക്ക് വാട്സാപ്പിൽ ഇത് പേസ്റ്റ് ചെയ്ത ശേഷം സെൻഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്യൂരിറ്റി കോഡ് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് സെൻഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന വ്യക്തിയോട് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇനി നമ്മളുടെ ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് നോക്കാം. ഞാനിപ്പോൾ ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലാണ് ഉള്ളത്. ഇവിടെ ഞാൻ
ക്വിക്ക് അസിസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമ്മളോട് ആ ഒരു സെക്യൂരിറ്റി കോഡ്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. ആ ഒരു 10 മിനിറ്റിൽ എക്സ്പയർ ആവുന്ന ആ ഒരു സെക്യൂരിറ്റി കോഡ്, നമ്മൾക്ക് ആ ഒരു കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. 194734 ആണ് ആ ഒരു കോഡ്. അതിനുശേഷം ഷെയർ സ്ക്രീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് ഫുൾ കൺട്രോൾ എടുക്കണോ അതോ സ്ക്രീൻ ജസ്റ്റ് വ്യൂ ചെയ്താൽ മതിയോ എന്നാണ്. ഫുൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനകത്തെ ഓരോ ഫയൽസും കർസറും എല്ലാം നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് ആപ്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഫുൾ കൺട്രോൾ. ഇനി വ്യൂ സ്ക്രീൻ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻ കണ്ടാൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതും ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ടേക്ക് ഫുൾ കൺട്രോൾ സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് Alphin Joe P will be able to see your files and control your computer. Please shut down any non-essential applications and remove any private data you do not want them to see before clicking allow. ഫുൾ കൺട്രോൾ ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിലും അത് ഷട്ട് ഡൗൺ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് അലോ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ ഫുൾ കൺട്രോളും വന്നിട്ടുണ്ട്. ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി ഏതെങ്കിലും എഡിറ്ററുമായിട്ടുള്ള ഡൗട്ടാണ് എന്നുണ്ടെങ്കിൽ, അതായത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ എന്തെങ്കിലും ഡൗട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഇവിടെ നിന്ന് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിക്ക് കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മോണിറ്റർ സെലക്ട് ചെയ്യാനുള്ളതാണ്. ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് 2-3 മോണിറ്റർ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ അനോട്ടേറ്റ് ചെയ്യുന്നതാണ്. അതായത് അവരുടെ സ്ക്രീനിൽ നമ്മൾക്ക് വരച്ച് കാണിക്കാൻ സാധിക്കും. അത് നമ്മൾക്കിതാ ഇവിടെ നിന്നും അതിൻ്റെ കളറ് ചൂസ് ചെയ്യാം. ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക്, യെല്ലോ, റെഡ്, ഗ്രീന്, ഗ്രേ, വൈറ്റ് ഒക്കെയാണ് കളേഴ്സ് ഉള്ളത്. ഞാനിപ്പോൾ റെഡ് തന്നെ ചൂസ് ചെയ്യുകയാണ്. ഇതിനുശേഷം ഞാൻ ഇത് ജസ്റ്റ് സ്ക്രീനിൽ അനോട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എറേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് അനോട്ടേറ്റ് ചെയ്യുന്നത് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. ഇനി നമ്മൾക്ക് അടുത്ത ഓപ്ഷൻ ഉള്ളത് ആക്ച്വൽ സൈസ്, അതായത് ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ആക്ച്വൽ സൈസ് നമ്മൾക്ക് ഇവിടെ നിന്നും വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ലാപ്ടോപ്പിന് റെസൊല്യൂഷൻ കുറച്ച് കൂടിയ ഒരു ലാപ്ടോപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയും സൈസ് വന്നിരിക്കുന്നത്. ഞാൻ റെസൊല്യൂഷനെ പറ്റി നമ്മളുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ലാപ്ടോപ്പ് ബൈയിങ് ഗൈഡ് പാർട്ട് 2-നകത്താണ് ഞാനത് പറയുന്നത്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. നമുക്ക് അടുത്ത ഓപ്ഷൻ ഉള്ളത് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ടോഗിൾ ഇൻസ്ട്രക്ഷൻസ് ചാനലാണ്. അതിനകത്തൂടെ നമ്മൾക്കിപ്പോൾ ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിതാ ഇവിടെ നിന്നും മെസ്സേജ് വന്നു. അപ്പോൾ അത് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾക്കിതാ ഇവിടെ ടോഗിൾ ഇൻസ്ട്രക്ഷൻ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന വ്യക്തിക്കുമുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഇത്. നമ്മൾക്കിതാ ഈ ഒരു സെഷൻ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ടാസ്ക് മാനേജർ, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടാസ്ക് മാനേജർ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ, നിങ്ങൾ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ പോസ് ചെയ്യാൻ സാധിക്കും, വേണമെന്നുണ്ടെങ്കിൽ എൻഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു 3 ഡോട്ട്സ് ഡീറ്റെയിൽസ് ആണത്. ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓരോ ഓപ്ഷൻ്റെയും
പേര്, അതായത് ഇപ്പോൾ ഇത് ആക്ച്വൽ സൈസ് ആണെങ്കിൽ ആക്ച്വൽ സൈസ് എന്നുണ്ട്, അനോട്ടേറ്റ് ആണെങ്കിൽ അനോട്ടേറ്റ് എന്നുണ്ട്, അതെല്ലാം വരുന്നതാണ് ആ ഒരു 3 ഡോട്ട്സും. ഇനി നമ്മൾക്ക് ഇതാ ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ളത് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് പോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്യാൻ സാധിക്കും. ഇനി എവിടെയുള്ളത് ടോഗിൾ ഇൻസ്ട്രക്ഷൻ ചാനലാണ്, അതായത് നേരത്തെ പറഞ്ഞ ചാറ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ നമ്മൾക്കിത് ഇതുപോലെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ക്വിക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്വിക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യാവുന്നതാണ്. See you in the next video. It's me, Alphin, signing out. Goodbye.